നിന്നെ ഇന്ന് ദൈവം തൊടാൻ പോകുന്ന ദിവസമാണ്. എൻ്റെ പേരെന്നാ? അഖില. അഖില, നീ ഇവിടെ ഇരിക്കുമ്പോൾ മുതൽ പരിശുദ്ധാത്മാവ് എന്നെ കാണി ഭയങ്കര തകർന്ന് തരിപ്പണമായ നീ ഇരിക്കുന്നു. നിന്റെ അകത്ത് രണ്ട് രഹസ്യങ്ങളുണ്ട്, പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം ചിലത്. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയാ, അതിനെ കർത്താവ് സെറ്റിൽ ചെയ്യാൻ പോകുന്നത് പറയാൻ പോകും. നിന്റെ വിദ്യാഭ്യാസ മേഖലയെ കർത്താവ് സെറ്റിൽ ചെയ്യുമെന്ന് പറയാൻ പറയും. നീ ഏറ്റവും വിഷമിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, നിന്റെ വിദ്യാഭ്യാസം. നീ ഇപ്പം എന്താ ചെയ്യുന്നേ? +2 ആണോ? ആഹാ, +2 എന്ന് കണ്ടോണ്ട് ചോദിച്ചാൽ +2 ആയില്ലയോ? നീ ഇത്തവണ പാസ്സാകും. നിന്റെ ഒരു ആഗ്രഹം നടപ്പാക്കാൻ പോ ദൈവം. അടുത്ത് നമുക്ക് പോകണ്ടേ? ഒരു മിനിറ്റ്. എഴുന്നേറ്റ്. എവിടാ ജോലി ചെയ്യുന്നേ? മെഡിസിറ്റിയിൽ. എന്താ പാട്ടാ ചെയ്യുന്നേ? കേട്ടത് എന്തുവാ? എന്താ പാട്ടാ ജോലി ചെയ്യുന്നേ? നീയും അതാകും. നീ അതാകും. നിന്റെ മാർക്ക് 80% മാർക്ക് നിനക്ക് ഞാൻ കൽപ്പിച്ചാൽ. നിന്റെ മുന്നിലെ വിഷയം, 2 വിഷയം നിന്റെ മുന്നിൽ പതറി നിൽക്കുക, നീ അതിന് നല്ല മാർക്കുണ്ടാകും. 80% മാർക്കോട് നീ പാസ്സാകും. നീ എവിടാ പഠിക്കുന്നത്? നഴ്സിംഗ്, ബാംഗ്ലൂര്. നീയും അവിടെ തന്നെ പോയി പഠിക്കും. ഒട്ടും പതറണ്ട, അതിനു വേണ്ടിയുള്ളത് ദൈവം സെറ്റിൽ ചെയ്യും. നീ ഇപ്പോഴേ കരയണ്ട. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റും. നിന്റെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അമ്മാമ്മയുടെ മോളാണോ? കാരണം അന്ന് ഞാൻ കണ്ടതുപോലത്തെ വീടുകളൊക്കെയാണ് കാണുന്നത്. അതുപോലെ റോഡ് പുറകിൽ ചതുപ്പ്, ഇതൊക്കെയാ നമ്മുടെ വീട്. നമ്മുടെ മോളാണോ ഇത്? കർത്താവ് എന്നോട് പറയാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുക, ഇതിനെ കർത്താവ് സെറ്റിൽ ചെയ്യുമെന്ന് പറയാൻ പറഞ്ഞു. പഠിപ്പിക്കും, ഇനിയും പഠിക്കും. വാതിലുകൾ ദൈവം തുറക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ളത് തെളിവാ. ഓക്കെ, ബാംഗ്ലൂരിൽ തന്നെ വാ, അവിടെ തന്നെ പഠിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പോയിരുന്നാട്ടെ.